ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പോകുന്നത് തൃശ്ശൂർ പൂരം കൂടാനായിട്ടാണ്. ഈ പൂരം നടക്കുന്നത് നമ്മുടെ നാട്ടിലല്ല, വീട്ടിലല്ല, വേറെ എവിടെയുമല്ല. ഈ പൂരം നടക്കുന്നത് നമ്മുടെ സ്വന്തം ദുബായ് മണ്ണിലാണ്. ദുബായിൽ നടന്ന തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത്. ഗൈസ്, എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും നമ്മുടെ സാറും ആയിരുന്നു ഉണ്ടായിരുന്നത്. ചെന്നപ്പോൾ തന്നെ നമ്മുടെ നാടാണ് മിസ് ചെയ്തത്. എന്നാലും നല്ല ഹാപ്പി ആയിരുന്നു. നാട്ടിലുണ്ടായിരുന്നപ്പോൾ കൂടിയ ഉത്സവത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാലും ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തൃശ്ശൂർ പൂരത്തിന് ഇതുവരെയും പോയിട്ടില്ല. നമുക്ക് ദുബായിലെ തൃശ്ശൂർ പൂരത്തിലേക്ക് പോകാം. അപ്പൊ നമ്മ വന്നിരിക്കണ എവിടെയാണ്? തൃശ്ശൂർ പൂരത്തിന്. ഓക്കെ. അപ്പൊ നമ്മ തൃശ്ശൂർ പൂരത്തിന്റെ ദുബായിലെ തൃശ്ശൂർ പൂരം അല്ലേ? ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിലേക്ക് സ്വാഗതം. ദുബായ് എഡിഷൻ നമ്പർ 5. ഇന്നെന്താ പരിപാടിയുള്ളത് ശരിക്കും പറഞ്ഞാല്? അടിപൊളി കാണാനുള്ള DJ ഉണ്ടാവും. വിധു പ്രതാപ് വരും. പിന്നെ വേറെ പിന്നെ അപർണ ബാലമുരളി. അവളും ഉണ്ട്. അവരുടെയൊക്കെ ഗാനം വേണ്ട അല്ലേ? പൊളിയായിരിക്കും. അപ്പൊ നമ്മളിന്ന് എന്തായാലും രാത്രി ആയിരിക്കുമല്ലോ? രാത്രി എന്തായാലും 12 മണി ഇവിടുന്ന് ഇറങ്ങും. പക്ഷെ ദുബായിലെ ക്ലൈമറ്റ് മാറിയോണ്ട് ഭയങ്കര തണുപ്പായിരിക്കും. അത് കാരണം സാധനം ഇട്ടിട്ട് വന്നു, ജാക്കറ്റ് ഒക്കെ എല്ലാം പ്രിപ്പയർഡ് ആണ്, എല്ലാം സെറ്റാണ്. ഉച്ചക്കൊന്നും കഴിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നാലും അത്ര വിശപ്പൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെവി ആയി ഒന്നും കഴിക്കാതെ നമ്മൾ ലേറ്റ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്റ്റാളിലേക്ക് പോയി അവിടെ നിന്നും ഒരു പഴംപൊരിയും ഒരു ചായയും കുടിച്ചു. തിരിച്ച് നമ്മൾ തൃശ്ശൂർ പൂരം നടക്കുന്ന മെയിൻ സെന്ററിലേക്ക് നടന്നു. അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചെണ്ടമേളം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ചെണ്ടമേളം നടക്കുന്ന സമയത്ത് തന്നെ മറു സൈഡിൽ കൂടി കാവടിയുടെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദുബായിലേക്ക് വന്നത് തന്നെ അപ്പൊ ആദ്യമായിട്ടാണ് ദുബായിലെ ഒരു തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കൂടാൻ പറ്റുന്നു. നാട്ടിൽ കൂടിയിട്ടില്ല, അവരെല്ലാം ആർട്ടിഫിഷ്യലാണ്. പക്ഷെ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ തൃശ്ശൂരിലുള്ള വടക്കുന്നത് ക്ഷേത്രത്തിന്റെ ആംബിയൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പൂരത്തിന് 5 ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. കൊട്ടും മേളവുമായി പൂരം തകർക്കുകയാണ്. അങ്ങനെ പൂരം സ്റ്റാർട്ട് ചെയ്തതോടുകൂടി കാണികളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. അത്രയ്ക്ക് ജനങ്ങളുണ്ടായിരുന്നു അവിടെ. നമുക്ക് തന്നെ നിൽക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ആനന്ദ്, എന്തൊക്കെ ഉണ്ട് വിശേഷം? തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് എങ്ങനെയുണ്ട്? ആനനെയൊക്കെ കണ്ട? ആനയുടെ ഒക്കെ പ്രത്യേകത എന്തായിരുന്നു? നാട്ടിലുള്ള ആനയും ഇവിടെ ദുബായിലെ ആനയും തമ്മിലുള്ള പ്രത്യേകത എന്താ? അതെന്തുകൊണ്ട്? മിഷൻ. ഈ ആനയെ കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് ഒറിജിനൽ അല്ലെന്ന്? എന്നാൽ ഇത് ഒറിജിനൽ അല്ല. കാരണം ഇത് ഇലക്ട്രോണിക് ആനയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം എനിക്ക് അടുത്ത് ചെന്ന് തൊട്ടും തലോടിയും നിൽക്കാനുള്ള അവസരം ലഭിച്ചു. ദുബായിലെ തൃശ്ശൂർ പൂരം എങ്ങനെയുണ്ട്? ദുബായിലെ തൃശ്ശൂർ പൂരം അടിപൊളിയാണ്. ശരിക്കും നാട്ടിനെ മിസ് ചെയ്യുന്നുണ്ട്. തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് നാട്ടിൽ തന്നെയാണ്. ഓക്കെ. സാറ് തൃശ്ശൂർ പൂരമൊക്കെ കൂടിയില്ലേ? സാറിന്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് സാറിന് എന്തായാലും ഇല്ല, കൂടാൻ പറ്റിയിട്ടില്ല. അത് ആ ഭാഗ്യം ഇവിടെ ദുബായിലുണ്ടായിരുന്നു. ഓക്കെ. ദുബായിൽ എത്ര വർഷം കൂടിയായിരുന്നു? ദുബായിൽ 2ാമത്തെ തവണ. ഓക്കെ. ആദ്യ തവണയും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വന്നത്. അടിപൊളിയായിരുന്നു. ഇത്തവണയും അടിപൊളി തന്നെയാണ്. അതിലും ഗംഭീരമായിട്ട് പൂരം നടക്കുന്ന സമയത്ത് തന്നെ ഘോഷയാത്ര നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ എടുത്തൊരു പെർഫോമൻസ് ആണിത്. ഇവരുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നത്.
വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ വിധു പ്രതാപിന്റെ ഗാനമേള അത് തുടങ്ങി നമ്മൾ ഫുൾ പവറിലായിരിക്കും. ഇപ്പോൾ സമയം 7:27. 7:27. ഒരു 8 മണിയാകുമ്പോൾ 3 മണിക്കാണ് നമ്മുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇവിടേക്ക് എത്തിയത്. 7:30 ഇപ്പൊ 7:30 പരിപാടിയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പരിപാടി തുടങ്ങി നമ്മൾ ഫുൾ പവറിലായിരിക്കും. പവറിലായിരിക്കും, തുള്ളലോടെ തുള്ളലായിരിക്കും അല്ലേ? പഴത്തിനെ കുറിച്ചൊരു പാട്ടായാലോ? ഒരു ബനാന. ഞാൻ ക്ഷണിക്കുകയാണ് എന്റെ ശ്രീരാഗു ശ്രീരാഗ് ഭരതൻ. കേരളത്തിന്റെ തന്നെ അഭിമാനമായ ഒരു കലാരൂപങ്ങളിൽ ഒന്നാണ് കഥകളി. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളം എത്ര സുന്ദരമാണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. അങ്ങനെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് അടുത്തു നിന്ന് തന്നെ കാണാനും ആസ്വദിക്കാനും സാധിച്ചു. स्वाद सुगंध का राजा എന്നാണ് അവരുടെ ടാഗ് ലൈൻ തന്നെ. ടാഗ് ലൈൻ itself speaks for itself. സോ എല്ലാവരും പെട്ടെന്ന് നമ്മുടെ അതിന്റെ സാമ്പിൾസ് ഇവിടെ ഉണ്ട്, ഫ്രീ സാമ്പിൾസ്, അതൊക്കെ എല്ലാവരും കളക്ട് ചെയ്യണം. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ സ്നാക്സ് അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഞാനും വിജീഷും അനന്തും ജോബിനും കൂടി തൊട്ട് അടുത്തുണ്ടായിരുന്ന ഒരു സ്റ്റാളിൽ പോയിട്ട് അവിടുത്തെ സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അവിടെ സ്വീറ്റ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മൈസൂർ പാക്ക് മാത്രം എനിക്ക് മനസ്സിലായി, മറ്റേതിൻ്റെ ഒരു പേരെനിക്ക് കിട്ടണില്ല ഇപ്പം. അപ്പം അങ്ങനെ പലതരം സ്റ്റാളുകളിൽ പലതരം പ്രൊഡക്റ്റുകളാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു വെച്ചത്. ഞങ്ങളെല്ലാം അത് ആസ്വദിച്ചു. നമ്മുടെ ഇന്ത്യൻ പോലീസ് യൂണിഫോമിൽ ഒരു പുള്ളി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിയുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പുള്ളി വന്ന് എനിക്കിട്ടൊരു ഗോൾ അടിച്ചു. നമ്മള് പാവല്ലേ. വിധു പ്രതാപിന്റെ ഗാനമേളക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സഞ്ചിയിലൊക്കെ എന്താണ്? സഞ്ചിയിലൊക്കെ എന്താണ്? തൃശ്ശൂര് വന്നിട്ട് ഒന്ന് മാഞ്ചല്ലെന്ന് വിചാരിച്ച് കുറച്ച് ആനപ്പിണ്ടം വാങ്ങിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് പൂരമൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ റൂമിലേക്ക് പോണേ. നമ്മുടെ സാറിന്റെ വണ്ടി പാർക്ക് ചെയ്തേക്കണ് എവിടെയാണ് പാർക്ക് ചെയ്തേന. കാരണം എന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ വരെ ഇനി കുത്തിപ്പിടിച്ച് നടക്കണം. പക്ഷെ എവിടെയാണെന്ന് നമുക്കറിയേയില്ല. ഇനി അത് കണ്ടുപിടിക്കണം. എന്നാ മാത്രമേ നമുക്ക്
പോണ്ടേ. ഇനി റൂമിൽ ചെന്നിട്ട് പക്ഷെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാല് പൊളിയായിരുന്നു തന്നെയായിരുന്നു. അല്ലേ? വന്നില്ലായിരുന്നു ഞാൻ ഇഷ്ടമായിരുന്നു. എനിക്കിത് ചെറിയൊരു താല്പര്യക്കുറവുണ്ടായിരുന്നില്ലേ? എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. ആ ഇനിയിപ്പോ പക്ഷേ ഞാൻ മാത്രം ആവൂന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഓക്കെ ഓക്കെ. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയാനാണ്. പൊളിച്ചാനാണ് ആ വെടിക്കെട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ കണ്ടത് ബാക്കിയെല്ലാം അവര് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്ര മലയാളികളെ നമ്മൾ ഒരുമിച്ച് കണ്ടു. അതെ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന മലയാളികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന 90% മലയാളീസ് തന്നെയായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗെയ്സ്, എല്ലാവർക്കും തൃശ്ശൂർ പൂരത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.